പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ കാണുന്ന ഫോർച്യൂണർ ഉണ്ടല്ലേ, ഇത് കൊയിലോൺ ഗ്രാഫിക്സിൽ വർക്ക് ചെയ്താണ്. എൻ്റെ കൂടെ റിയാസ് ബ്രോ ഉണ്ട്. നമസ്കാരം ബ്രോ. നമസ്കാരം. അപ്പോൾ ഈ വണ്ടി ഇല്ലേ, ഇത് എത്ര മോഡൽ വണ്ടിയാണ്? ഇത് 2014 മോഡൽ. 14 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ആക്ച്വൽ പിക്ക്, ഇതിൻ്റെ ആദ്യം എങ്ങനെയായിരുന്നു ഈ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തത്? ഈ വണ്ടിയുടെ ആദ്യത്തെ സത്യം പറഞ്ഞാൽ പിക്ക് കണ്ടത് നിങ്ങൾ ഞെട്ടിതുണ്ടല്ലേ. ഈ കാണുന്ന വൈറ്റ് കളറിലായിരുന്നു ഈ വണ്ടി, പൂർണ്ണമായിട്ടും വൈറ്റ് ആയിരുന്നു. ഇതിനകത്ത് ഈ കാണുന്ന മോഡിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് കളർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അലോയ് വീല് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കളറിന് ഒരു പ്രത്യേകതയില്ലേ? അതെ, മൾട്ടി കളറാണ്. ഓരോ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് ആയിട്ടേ വരും. ഹൈപ്പർ ഷിഫ്റ്റ് കളേഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് എങ്ങനെ വാറണ്ടി ഇതിന് കൊടുക്കും? ഇതിന് ഇപ്പൊ നമ്മൾ ഇതിപ്പോ ചെയ്തിരിക്കുന്നത് 7 ഇയർ വാറണ്ടിയുടെ 7 വർഷം വാറണ്ടി. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഡയമണ്ട് കോട്ടിങ്ങും ഇതിന്റെ കൂട്ടത്തിൽ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ബാഡ്ജിങ് ഒക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഈ ടയേഴ്സ് അതൊക്കെ ഉള്ളതായിരുന്നു. ടയർ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിരുന്ന പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചോളം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഡാനോട് സസ്പെൻഷൻ യൂസ് ചെയ്താണ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ അപ്പൊ എത്ര നല്ല ഹൈറ്റ് ആയില്ലേ? നല്ല ഹൈറ്റ്, ഏകദേശം 2 ഇഞ്ചോളം ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നല്ല കംഫർട്ടും ആയിരിക്കും. വണ്ടി യാത്ര ഓടിക്കാൻ നല്ല രസമാണ്. ബോഡി റോളിംഗ് ഒക്കെ നല്ല രീതിയിൽ കുറയും. പിന്നെ കൂടുതൽ വർക്ക് ഇന്റീരിയർ ആണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഇന്റീരിയർ ഫുൾ കളർ ചേഞ്ച് ചെയ്ത് ഒരു ബക്കറ്റ് സീറ്റും എല്ലാം ലെതർ ഫിനിഷ് ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 13 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് 360 ക്യാമറയും അതിന്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബ് എല്ലാം ചെയ്തിട്ടുണ്ട്. ചാർജ് ഇതിന്റെ അകത്ത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് വരുന്നതാണ്. ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് മാറുന്നത്. പിന്നെ ഇന്ത്യർ റൂഫ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. റൂഫെല്ലാം നമ്മൾ ചെയ്തു. ഇന്ത്യർ ഫുള്ള് മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യർ ഫോർച്യൂണർ ഈ ഒരു വണ്ടി അടിപൊളിയായി. കളറായപ്പോ തന്നെ വണ്ടി അടിപൊളിയായി. ഇത് നോക്ക്, വണ്ടിയുടെ അകം കണ്ടോ, അടിപൊളിയാണ് വണ്ടിയുടെ അകം. ഈ ഒരു കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ ചെയ്തു. ഈ ഒരു തീമിന് ഇന്ത്യയുടെ ഡോർ ഫ്ലാപ്പിലും ഒക്കെ സെയിം കളേഴ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ചില പുറത്തെ വിദേശത്തെ വണ്ടികളെ കണ്ടിട്ട് അവർ അതേപോലെ കണ്ടിട്ടാണ് ഈ വണ്ടി കളർ അതേപോലെ കളർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചോയ്സിനനുസരിച്ച് ഏത് കളേഴ്സ് വേണമെങ്കിലും. ചില ആൾക്കാർക്ക് ഈ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പൊ MVD പ്രശ്നങ്ങളൊക്കെ നമ്മൾ അത് ക്ലിയർ ചെയ്യും. അതിന്റെ ഇതിനൊന്നും അങ്ങനെ ഈ കളേഴ്സിനോ ഇന്റീരിയേഴ്സിനോ ഒന്നും MVD ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പൊ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ബ്രോയുടെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്ത് മാറ്റം വരുത്തണം, ആ മാറ്റത്തിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടോ എന്നുള്ളതിന് ബ്രോയെ വിളിച്ചാൽ മതി. ഇപ്പൊ ഈ വണ്ടിയുടെ ഒരു മസ്കുലർ ബോഡി, ഈ ഫോർച്യൂണർ അല്ലേ, ഒരു മസ്കുലർ ബോഡിയാണ്. ഇപ്പൊ ദൂരെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ വണ്ടിയുടെ ഒരു ഫിനിഷിങ്. പിന്നെ ഈ കളർ ഫിനിഷിങ്, കളർ ഒരു ഭയങ്കര കേട്ടോ. ഇതിനകത്ത് ഒരിടത്ത് പോലും ഇത് നമ്മുടെ ഗ്യാരേജിന്റെ പ്രത്യേകത. അതെ, നമ്മൾ ബൂത്തിലാണ് ഇത് പെയിന്റ് ചെയ്തത്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രത്യേകതയാണ്. ഈ ഡസ്റ്റ് വലുതായിട്ട് വരില്ല. ഒരു ക്ലിയറും കാര്യങ്ങളും അതിന്റെ പ്രോപ്പർ ഫിറ്റ്മെന്റ് ആയിരിക്കും പെയിന്റിംഗിന് നടക്കുന്നത്. ഇപ്പൊ റിയാസ് ഭായിയുടെ വാപ്പ അല്ലേ, വാപ്പയുടെ വരുന്നത് ഷഹാബ്. ഇപ്പൊ ഷഹാബൊക്കെ ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊ കൊയിലോൺ ഗ്രാഫിക്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് അത്രയും നാളത്തെ എക്സ്പീരിയൻസ് തന്നെ വണ്ടിയുടെ ഓരോ വർക്കിലും പ്രതിഫലിക്കും. ഏറ്റവും കുറഞ്ഞ വിലയിൽ അക്സറീസ് വിൽക്കുന്നത് നമ്മളല്ലേ? അതെ, ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ കൊല്ലത്ത് അക്സറീസ് വിൽക്കുന്നതും കടയാണ്, ബീച്ച് സൈഡിൽ. അപ്പൊ ആരുടെ ചോദിച്ചാലും എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ആരുടെ ചോദിച്ചാലും കടയെ പറ്റി പറഞ്ഞു തരും. ഇതൊക്കെ നമ്മളാണോ ചെയ്തത്? അത് കമ്പനി വന്നത്. അതിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എത്ര നാളുകൊണ്ട് ഈ വണ്ടി ഫിനിഷ് ചെയ്തത്? ഇതിപ്പോ ഏകദേശം ഒരു 1 മന്ത്. 1 മന്ത് കൊണ്ടാണ് മൊത്തം ഫുൾ ഇളക്കിയില്ല. ഫുള്ള് റിമൂവ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്താണ്. കളർ ചേഞ്ച് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ടയർ കളർ ചേഞ്ച് ചെയ്തായിരുന്നു? ഇല്ല, അത് കമ്പനി അങ്ങനെ തന്നെ വന്നു ഓൾറെഡി. ശരി. വണ്ടി ഇത് ദൂരെ എവിടെ? കോട്ടയത്തുള്ള കസ്റ്റമറിന്റെ? കോട്ടയാണ്, തിരുവല്ലയാണ്. തിരുവല്ല ഉള്ളൊരു കസ്റ്റമറിന്റെ ആണ് ഈ വണ്ടി. അപ്പൊ ഈ ഒരു തീം വന്നപ്പോ തന്നെ വണ്ടി ഭയങ്കര ലക്ഷറി ആയി അല്ലേ? ഈ റൂഫ് റെയിലും അങ്ങനെ റൂഫ് റെയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ക്രോസ് ബാർ നമ്മളിപ്പം വെച്ചതാണ് ഇതിന്റെ ഒരു ലുക്കിന് വേണ്ടി. ക്രോസ് ബാർ നല്ല ലുക്ക് ആയിരിക്കും. കാരിയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. വെയിറ്റ് ഒക്കെ തമ്മിൽ ചെയ്യാൻ. ഈ വണ്ടി കറക്റ്റ് സത്യം പറഞ്ഞാലേ ദൂരെ നിങ്ങൾ ഈ വണ്ടി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വണ്ടി ഓടി വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് അവർ കണ്ടില്ലല്ലേ? ഇല്ല, കസ്റ്റമർ വരുന്നത്. കസ്റ്റമർ യാത്രയിലാണ്, അവർ കണ്ടില്ല. അവർ കാണാൻ ഗൾഫിലായിരുന്നു. ഇന്ന് വെളുപ്പിന് എത്തിയതേ ഉള്ളൂ. വണ്ടി എടുക്കാനായിട്ട് ഉടനെ വരും. ശരി, വണ്ടി എടുക്കാനായിട്ട് ഉടനെ വരും. ആൾ ഞെട്ടോന്നുള്ളത് അല്ലേ? ഇവിടെ ചെയ്യുന്ന വണ്ടികളെല്ലാം അങ്ങനെയാണ്. അത് മാത്രമല്ല, സ്കൂട്ടർ ചെയ്തിട്ടില്ലേ? 2 വീലർ വരെ PPF ചെയ്ത് കൊടുക്കും. 2 വീലർ വരെ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം അല്ലേ? അടിപൊളിയാണല്ലോ ഈ ഒരു സ്കൂട്ടറിനകത്ത്.
പുതിയ വണ്ടി ബോഡി നമ്മൾ PPF ചെയ്തിരിക്കുകയാണ്, സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഫുൾ PPF ചെയ്തിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇത് എങ്ങനെ ഇതിനൊക്കെ റേറ്റ് വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് ഒരു 7500 മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. 3 ഇയർ വാറണ്ടി വരുന്നുണ്ട് ഫുൾ ബോഡി ചെയ്യും. ഓക്കെ ശരി. 3 വർഷത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. സ്ക്രാച്ച് ഇതിനകത്ത് പ്രശ്നമില്ല, വീഴില്ല. ഇല്ല. പിന്നെ പഴയ വണ്ടികൾ ഒത്തിരി വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, റീസ്റ്റോറിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, പഴയ വണ്ടികൾ ഒത്തിരി വണ്ടികൾ ചെയ്തിരിക്കുന്നുണ്ട്, റീസ്റ്റോറിംഗ് ഉണ്ട്. അതേപോലെ ഇതിപ്പോ കളർ ചേഞ്ച് ആണ്. ഈ വണ്ടിയും വൈറ്റ് ആയിരുന്നു, ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ ഫിറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് സത്യം പറഞ്ഞാൽ റീടെസ്റ്റ് ആണ്. റീടെസ്റ്റ് ആണ്. 2015 വർഷം പഴക്കമുണ്ട്. 15 വർഷം പഴക്കമുണ്ട്. 15 വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതും കമ്പനി കളറുമായിട്ട്, കമ്പനി കളർ തന്നെ, ഒരു മാറ്റവും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം അടിപൊളിയാണ്. ഇത് വൈറ്റ് ആയിരുന്നു, ബ്ലാക്കിൽ പോളോ കൺവേർട്ട് ചെയ്തോണ്ടിരിക്കുക, കൺവേർട്ട് ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഫിറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇത് ഫിറ്റ്മെന്റും പിന്നെ പോളിഷിങ്ങും ബാലൻസും ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു കളർ എൻഹാൻസ് ചെയ്യും. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കാണ് ഇതിന്റെ പോളിഷ് ചെയ്യുമ്പോഴേ ഇതിന്റെ കറക്റ്റ് എഫക്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഔട്ട്പുട്ട് കിട്ടുമ്പോൾ പോളിഷ് ചെയ്താലേ കിട്ടും. ഈ വണ്ടിയുടെ ഈ ഫുള്ളായിട്ട് അല്ലാതെ വണ്ടിയുടെ ചില പാർട്സിൽ അത് മാത്രമായിട്ടും ചെയ്യുന്നുണ്ട്. ചെറിയ സ്ക്രാച്ചസോ അല്ലെങ്കിൽ ഒരു ഡോറിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രമായിട്ടും ചെയ്യാം. ഓക്കെ, ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ ഓഫേഴ്സ് ഉണ്ടല്ലോ ഇവിടെ, അതോടൊന്നും പറഞ്ഞിട്ട് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം കോട്ടിങ്സിന്റെ അകത്താണ് ഓഫേഴ്സ് വരുന്നത്. ഇപ്പം ഡയമണ്ട് കോട്ടിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് അണ്ടർ ബോഡി കോട്ടിംഗ് പ്ലസ് സൈലൻസർ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ PPF-നും ഒക്കെ നല്ല ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ടിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബൈ.